Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. Today we'll be continuing with the part of the chapter Biodiversity and Conservation. First, നമ്മൾ ഇതുവരെ എന്താ പഠിച്ചെന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വിൽ കണ്ടിന്യൂ വിത്ത് ദ ചാപ്റ്റർ. ഫസ്റ്റ് നമ്മൾ എന്ത് പഠിച്ചു? ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് പഠിച്ചു ആൻഡ് അത് എന്തിനെ ഉദ്ദേശിച്ചാണ് ഡീൽ ചെയ്യുന്നതെന്ന് പഠിച്ചു. ആൻഡ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടേം ബയോഡൈവേഴ്സിറ്റി കൊണ്ടുവന്നത് ആരാണ്? എഡ്വേർഡ് വിൽസൺ ആൻഡ് ഹി വാസ് എ സോഷ്യോ ബയോളജിസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് 3 മെയിൻ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ആണ്. ആൻഡ് ആ മെയിൻ ലെവൽസിൽ 3 മെയിൻ ലെവൽസിൽ ഏതൊക്കെ കണ്ടു? ജനറ്റിക് ഡൈവേഴ്സിറ്റി ഏത് ലെവലിലാന്ന് അതിന്റെ പഠിക്കണം. ആൻഡ് നെക്സ്റ്റ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി, അതും അഗൈൻ ഏത് ലെവലിലാന്ന് പഠിച്ചു. ആൻഡ് തേർഡ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, അപ്പൊ അതും ഏത് ലെവലിലാന്ന് കണ്ടു. ഇനി 3 മെയിൻ ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കഴിഞ്ഞാല് നമ്മൾ കുറച്ച് ഫാക്ട്സ് പഠിച്ചു. അതായത് നമ്മൾ ഇത്രയും നാള് നമ്മുടെ റിസർച്ച് ചെയ്ത സയന്റിസ്റ്റും മറ്റ് ബാക്കിയുള്ള ഇക്കോളജിസ്റ്റും വന്ന കൺക്ലൂഷൻ അനുസരിച്ച് എത്ര സ്പീഷീസ് ഉണ്ട് ടോട്ടൽ, ആൻഡ് എത്ര പേര് ഡിസ്ക്രൈബ് ചെയ്തു, എത്രയാണ് യെറ്റ് ടു ബി ഡിസ്ക്രൈബ്ഡ്, ആൻഡ് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എത്രയാണ്, ആൻഡ് അതിലെ മോസ്റ്റ് കൺസർവേറ്റീവും സയന്റിഫിക്കുമായ എസ്റ്റിമേറ്റ് കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് മേ. ആൻഡ് അത് എത്രയായിരുന്നു? അബൌട്ട് 7 മില്യൺ. ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി ടോട്ടൽ സ്പീഷീസ് ഡിസ്കവേർഡിൽ നമ്മൾ ഓൾറെഡി അറൌണ്ട് 7 മില്യൺ ഉണ്ടെന്ന് പഠിച്ചു. ആൻഡ് ഇതിൽ ആനിമൽസിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, പ്ലാന്റ്സിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്, അതും കണ്ടു. ആൻഡ് അത് കഴിഞ്ഞ് ആനിമൽസിൽ മാക്സിമം ആരുടെയാണ്, അതായത് 70% അറൌണ്ട് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തു? ഇൻസെക്ട്സ് ആണ് ഡൈവേഴ്സിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കണ്ടു. ആൻഡ് ഒരു ഫാക്ടും കൂടി പഠിച്ചു, ടോട്ടൽ ഫംഗൈ ഇസ് മോർ ദൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഫിഷസ്, റെപ്റ്റൈൽസ് ആൻഡ് മാമൽസ്. ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് സെന്റൻസസ് കണ്ടു. ആൻഡ് ഗ്ലോബൽ ഡൈവേഴ്സിറ്റിനെ നമ്മൾ എങ്ങനെയാക്കി? ഒരു പൈ ചാർട്ടിന്റെ രൂപത്തിൽ നമ്മൾ പഠിച്ചു. ആരുടെയൊക്കെ പഠിച്ചിരുന്നു? ഇൻവേർട്ടിബ്രേറ്റ്സ് സെപ്പറേറ്റ്ലി പഠിച്ചു, വെർട്ടിബ്രേറ്റ്സ് പഠിച്ചു, ആൻഡ് ഫൈനലി പ്ലാന്റ്സിന്റെയും പഠിച്ചു. അത് കഴിഞ്ഞു പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി അൺഈവൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ഒരു ജനറലൈസ്ഡ് കൺക്ലൂഷൻ എങ്ങനെയാണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റാന്നുള്ളത് കണ്ടു. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചു ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് അനുസരിച്ച് നമ്മൾ ബയോഡൈവേഴ്സിറ്റിന്റെ പാറ്റേൺ നോക്കിയപ്പോൾ നമുക്ക് പല സ്പീഷീസിന്റെ നമ്പറും എക്സാമ്പിൾസും ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. അതൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ അറിഞ്ഞിരിക്കുക. ഇനി ആമസോൺ റെയിൻ ഫോറസ്റ്റ് അതെവിടെയാണ്? സൗത്ത് അമേരിക്കയിൽ. ആൻഡ് അതിൽ അഗെയിൻ എത്രത്തോളം ഡിസ്കവർ ചെയ്യാനുണ്ട്, ആൻഡ് ഡിസ്കവേർഡ് ആയിട്ടുള്ളത് എത്രത്തോളമാണ് ബയോഡൈവേഴ്സിറ്റി നമ്മൾ കണ്ടു. ഇനി ട്രോപ്പിക്കൽ റീജിയന് എന്തുകൊണ്ടാണ് ബാക്കി റീജിയൻസിനെ കാട്ടി കുറച്ചും കൂടി ഡൈവേഴ്സിറ്റി കൂടുതൽ എന്നുള്ള റീസൺസ് നമ്മൾ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടു? അടുത്ത ടോപ്പിക് ആയിരുന്നു സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. അതിലെ ഫോർമുല കണ്ടു, ഗ്രാഫ് കണ്ടു, ആൻഡ് ഫോർമുലയില് അല്ലെങ്കിൽ ഇക്വേഷനില് ഓരോ ടേംസും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് ആൻഡ് അതിന്റെ വാല്യൂസ് അറൌണ്ട് റീഗ്രഷൻ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി ലൈൻ, അതായത് Z എത്രത്തോളം കൂടുന്നു, ആൻഡ് അതിന്റെ സ്ലോപ്പ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? സ്പീഷീസ് റിച്ച്നെസ്സിനെ പറയുന്നു. ആൻഡ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതലാണ്, ഏരിയ കൂടുതലാണ് ഏത് കേസിൽ? സ്ലോപ്പ് സ്റ്റീപ്പർ ആവുമ്പോൾ. ആൻഡ് Z വാല്യൂ എങ്ങനെയാണ് കൺട്രി ലെവലിലും കോണ്ടിനെന്റൽ ലെവലിലും പോവാൻ നമ്മൾ കണ്ടു. ഇനി ഇക്കോസിസ്റ്റത്തിന് എത്രത്തോളം സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇമ്പോർട്ടന്റ് ആണ്, ആൻഡ് അതിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നമ്മൾ കണ്ടു. ആൻഡ് ഒരു സ്റ്റേബിൾ ഇക്കോസിസ്റ്റത്തിന് വേണ്ട ഡിഫറെന്റ് പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു. ഇനി നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി തൊട്ടാണ്. അതായത് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താ? എത്രത്തോളം ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, ആൻഡ് എത്ര യെറ്റ് ടു ബി ഡിസ്കവേർഡ് ആയിട്ടുള്ളതുണ്ട്, എത്ര ഡിസ്കവർ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി ഡിഫറെന്റ് പാറ്റേൺസിനനുസരിച്ച് മാറുന്നത്, അതായത് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് അനുസരിച്ച് മാറുന്നത്, അല്ലെങ്കിൽ ഏരിയ കവേർഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ മാറുന്നതെന്നുള്ളതൊക്കെ കണ്ടു. ഇനി ലോസിലേക്ക് കടക്കുകയാണെങ്കിൽ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി മെയിൻ ആയിട്ടും 3 രീതിയിൽ സംഭവിക്കാം. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി
നമ്മൾ ജസ്റ്റ് ഒന്ന് ജനറലി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതൊക്കെ രീതിയിൽ ഒരു ഹോൾ റീജിയനിലുള്ള ആനിമൽസ് അല്ലെങ്കിൽ ഒരു ഹോൾ എക്കോസിസ്റ്റം അല്ലെങ്കിൽ അത്രയും ബയോഡൈവേഴ്സിറ്റി എങ്ങനെ ഇല്ലാണ്ടാവാം. അതിൽ ഫസ്റ്റ് നമുക്ക് ഏത് പറയാൻ പറ്റും? നാച്ചുറലി എക്സ്റ്റിങ്ഷൻ നടക്കുന്ന കേസസ് ഉണ്ട്. നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ. ഇനി നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് കാണുന്നത് മാസ് എക്സ്റ്റിങ്ഷൻ. ഒരു കൂട്ടം ഒരുമിച്ച് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്ന കേസസ്. നമ്മൾ എവല്യൂഷനിലും ഇതൊക്കെ ഒരുപാട് ഡീൽ ചെയ്തിരുന്നതാണ് ഓൾറെഡി. മാസ് എക്സ്റ്റിങ്ഷൻ കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും? നമ്മൾ എല്ലാത്തിലും കാണുന്നത് പോലെ ഇക്കോസിസ്റ്റത്തിലും പഠിച്ചിരുന്നു. നാച്ചുറൽ ഇക്കോസിസ്റ്റം, മാൻമെയ്ഡ് ഇക്കോസിസ്റ്റം. അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ കേസ് എടുത്താലും നാച്ചുറലി എക്സ്റ്റിങ്ക്റ്റ് ആവാം ആൻഡ് ഒരു മാസിന്റെ ഹോൾലി ആയിട്ടുള്ള എക്സ്റ്റിങ്ഷൻ. ആൻഡ് ദ തേർഡ് വൺ ആന്ത്രപ്പോജനിക് അല്ലെങ്കിൽ മാൻമെയ്ഡ്. മാൻമെയ്ഡ് ആയിട്ടുള്ള എക്സ്റ്റിങ്ഷൻ. ഇനി നാച്ചുറൽ എക്സ്റ്റിങ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? അത് വെരി സ്ലോ ആയിരിക്കും. അതായത് നേച്ചർ പതുക്കെ ഡിസൈഡ് ചെയ്ത് എവല്യൂഷൻ അനുസരിച്ച് നീങ്ങുമ്പോൾ ആ ഗ്രാജുവൽ പ്രോസസ്സിന്റെ കൂടെ ചിലവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നു ആൻഡ് അങ്ങനെ അവര് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നു. അപ്പോ അത് സ്ലോ ആണ് ആൻഡ് ചേഞ്ചിങ് എൻവയൺമെന്റ് വെച്ചാണ് അവര് സ്പീഷീസിന്റെ ഡിസപ്പിയറൻസ് നടക്കുന്നത്. കാരണം അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ? ഗ്രാജുവലി എല്ലാവരും കാച്ചപ്പ് ചെയ്യുമ്പോൾ ചിലവർക്ക് അത് കാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പതുക്കെ സ്പീഷീസിന്റെ ഡിസപ്പിയറൻസ് നടക്കാണ്. ചേഞ്ചിങ് എൻവയൺമെന്റ് അനുസരിച്ച് കോപ്പപ്പ് ചെയ്യാൻ പറ്റാണ്ട് സ്പീഷീസിന്റെ ഡിസപ്പിയറൻസ്. അതും എങ്ങനെ? വെരി സ്ലോ ആയിട്ട് അല്ലെങ്കിൽ ഗ്രാജുവൽ ആയിട്ട്. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? നാച്ചുറൽ എക്സ്റ്റിങ്ഷൻ എന്ന് വിളിച്ചു. ഇനി മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ വേർഡ് ലിറ്ററൽ മീനിങ് പറയുന്നത് പോലെ തന്നെ കുറെ ലാർജ് നമ്പർ ഓഫ് സ്പീഷീസ് ഒരുമിച്ച് അറ്റ് എ ടൈം എക്സ്റ്റിങ്ക്റ്റ് ആയി പോവാണ്. എന്തായിരിക്കാം കാരണം? ഒരു ഹോൾ മാസ് ഫുൾ കംപ്ലീറ്റ്ലി അറ്റ് എ ടൈം എക്സ്റ്റിങ്ക്റ്റ് ആയി പോകണമെങ്കിൽ അത് ഏതെങ്കിലും കാറ്റസ്ട്രോഫി കാരണമായിരിക്കാം. വംശനാശം എന്ന് പറയും മാസ് എക്സ്റ്റിങ്ഷന്. അപ്പോ ഏതെങ്കിലും ഒരു കാറ്റസ്ട്രോഫി, അതായത് വലിയ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി എന്തെങ്കിലും വന്നു ആൻഡ് അതിന്റെ റിസൾട്ടിങ് ആയിട്ട് അവരുടെ ഹാബിറ്റാറ്റ് നശിച്ചുപോയി. അങ്ങനെ അവരും പതുക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. ഇനി മാൻമെയ്ഡ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? മാൻമെയ്ഡിന് വേരിയസ് റീസൺസ് ഉണ്ടാവാം. അതില് ഫസ്റ്റ് തിങ് എന്തായിരിക്കും? നമ്മൾ ഉണ്ടാക്കുന്ന മാൻമെയ്ഡ് അല്ലെങ്കിൽ ഹ്യൂമൻ കൊണ്ടുവരുന്ന ഓരോ ഇന്റർവെൻഷനും ഡെവലപ്മെന്റും കൊണ്ടുവരുന്ന അതിന്റെ പൊല്യൂഷൻ, എൻവയൺമെന്റിന് പൊല്യൂഷൻ സംഭവിക്കുന്നു ആൻഡ് ഈ പൊല്യൂഷൻ അനുസരിച്ച് സഫക്കേഷൻ വന്ന് ഒരു കൂട്ടം ജീവികൾ എങ്ങനെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നു അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കുന്നു. ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് പൊല്യൂഷൻ. സെക്കൻഡ് എന്തായിരിക്കാം? മാൻമെയ്ഡ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഹണ്ടിങ്. തേർഡ് എന്തായിരിക്കാം? ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഹാബിറ്റാറ്റ് ലോസ് സംഭവിക്കുന്നു ആൻഡ് അവർക്ക് ജീവിക്കാൻ സ്ഥലം ഇല്ലാണ്ട് വരുമ്പോൾ പതുക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നു അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കുന്നു. അതായത് ഡെത്ത് ഓഫ് ഓർഗാനിസംസ് സംഭവിക്കുന്നു. ഡീഫോറസ്റ്റേഷൻ കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഓരോ റിസോഴ്സസും നമുക്കറിയാം ഓരോ റിസോഴ്സും അൺലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ഇല്ല, എല്ലാം ലിമിറ്റഡ് ആയിട്ടേ നമുക്ക് കിട്ടുള്ളൂ. ആൻഡ് ഈ ലിമിറ്റഡ് എമൗണ്ടിൽ തന്നെ നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏതൊരു സ്പീഷീസും എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യേണ്ട സാധനം ഒരാള് എക്സ്ട്രാ യൂട്ടിലൈസ് ചെയ്താൽ ബാക്കിയുള്ളവർക്ക് അത് കിട്ടാണ്ട് വരും. അങ്ങനെ അവരുടെ ഡെത്തോ നാശോ സംഭവിക്കും. അങ്ങനെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഇത്രയും കാരണങ്ങൾ കൊണ്ട് എന്ത് നടക്കാം? മാൻ മെയ്ഡ് ആയിട്ടുള്ള ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി നടക്കാം. NCERT-ലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് മാത്രമേ മാർക്ക് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ ജസ്റ്റ് വായിച്ചു വിടാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടന്റ് ആൻഡ് എത്രമാത്രം ഡിക്ലൈൻ ചെയ്യുന്നുണ്ട് ഇപ്പോ, ആൻഡ് ഈ അക്യൂസിങ് ഫിംഗർ ആരിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്? മെയിൻലി ഹ്യൂമൻ ആക്ടിവിറ്റീസിലേക്കാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് വേഗമായിട്ട് പറഞ്ഞു. ആൻഡ് ഫസ്റ്റ് എക്സാമ്പിൾ എങ്ങനെ? ട്രോപ്പിക്കൽ പസഫിക് ഐലൻഡ്സ്.
ട്രോപ്പിക്കൽ പസഫിക് ഐലൻഡ്സിൽ ആര് വന്ന് കൊളനൈസ് ചെയ്തു? ഹ്യൂമൻസ് വന്ന് കൊളനൈസ് ചെയ്തപ്പോൾ മോർ ദൻ 2000 സ്പീഷീസ് ഓഫ് നേറ്റീവ് ബേർഡ്സിനാണ് നാശം സംഭവിച്ചത്, അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചത്, എക്സ്റ്റിങ്ഷൻ സംഭവിച്ചത്. അപ്പോൾ അത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഒരു ആന്ത്രപ്പോജനിക് ആയിട്ടുള്ള ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ അത് പഠിച്ചു നോക്കാം. ട്രോപ്പിക്കൽ പസഫിക് ഐലൻഡ്സിൽ എന്ത് സംഭവിച്ചു, എത്ര സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി, ആൻഡ് ആര് കാരണം, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി 2004 IUCN റെഡ് ലിസ്റ്റ് പ്രകാരം IUCN റെഡ് ലിസ്റ്റ് 2004 എന്ത് ഡോക്യുമെന്റ് ചെയ്തു? അതായത് 784 സ്പീഷീസിന്റെ എക്സ്റ്റിങ്ഷൻ ഡോക്യുമെന്റ് ചെയ്തു. ആൻഡ് ഈ എക്സാക്ട് സെന്റൻസ് കംപ്ലീറ്റ്ലി അറിഞ്ഞിരിക്കണം. എന്തൊക്കെ അറിയണം? IUCN റെഡ് ലിസ്റ്റ്, അതിന്റെ വർഷം 2004, ആൻഡ് ഡോക്യുമെന്റ് ചെയ്ത എന്താ, എത്രയോ സ്പീഷീസിന്റെ എക്സ്റ്റിങ്ഷൻ, അത് എത്ര സ്പീഷീസ് ആണെന്ന് അറിഞ്ഞിരിക്കുക, 784 സ്പീഷീസ്. ആൻഡ് ഈ 784 സ്പീഷീസിന്റെ വേരിയസ് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞിരിക്കുക, അതായത് അതിൽ എത്ര വേർട്ടിബ്രേറ്റ്സ് ഉണ്ട്, എത്ര ഇൻവേർട്ടിബ്രേറ്റ്സ് ഉണ്ട്, എത്ര പ്ലാന്റ്സ് ഉണ്ട്, ആൻഡ് അത് എത്ര ടൈം പീരീഡിലേക്കുള്ള കാൽക്കുലേഷൻ ആയിരുന്നു, ഇൻ ദി ലാസ്റ്റ് 500 ഇയേഴ്സ്. ഇനി ഇത് കഴിഞ്ഞ 500 വർഷത്തിന്റെ കാൽക്കുലേഷൻ ആണ്. ഇനി കുറച്ച് റീസെന്റ് ആയിട്ടുള്ള എക്സ്റ്റിങ്ഷൻസിലേക്ക് വന്നാല് അതിന്റെ എക്സാമ്പിൾസിൽ എന്തൊക്കെ പറയുന്നു? ഡോഡോ, ഇത് മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. എങ്ങനെ മാച്ച് ദി ഫോളോയിങ്? ഒരു ഓർഗാനിസം ആൻഡ് അതിന്റെ കൺട്രി അങ്ങനെ മാച്ച് ചെയ്യാൻ ചോദിക്കാം. അപ്പോ ഡോഡോ മോറിഷ്യസ്, ക്വാഗ ആഫ്രിക്ക, തൈലസീൻ ഓസ്ട്രേലിയ, സ്റ്റെല്ലർ സീ കൗ റഷ്യ, ആൻഡ് ചില സബ് സ്പീഷീസ് ഓഫ് ടൈഗർ, ആ സബ് സ്പീഷീസ് എന്താന്ന് അറിഞ്ഞിരിക്കുക, ബാലി, ജവാൻ ആൻഡ് കാസ്പിയൻ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് എന്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? റീസെന്റ് ആയിട്ടുള്ള എക്സ്റ്റിങ്ഷൻസ്. ഇനി നമ്മൾ ലാസ്റ്റ് 20 ഇയേഴ്സ് എടുക്കുകയാണ്. നമ്മൾ ആദ്യം ലാസ്റ്റ് 500 ഇയേഴ്സ് എടുത്തു, ആൻഡ് ചില റീസെന്റ് എക്സ്റ്റിങ്ഷൻസ് ആൻഡ് അതിന്റെ കൺട്രി ആൻഡ് ഓർഗാനിസം കണ്ടു. ഇനി ലാസ്റ്റ് 20 ഇയേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര ഡിസപ്പിയറൻസ് നടന്നു? 27 സ്പീഷീസിന്റെ ഡിസപ്പിയറൻസ് നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റി. ആൻഡ് നമ്മൾ ഈ ഡോക്യുമെന്റ് എത്ര സ്പീഷീസ് എന്നുള്ളതിന്റെ കൂടെ തന്നെ ഏത് സ്പീഷീസിനാണ് കൂടുതൽ, ഏത് കൈൻഡ് ഓഫ് സ്പീഷീസിനാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഓർഗാനിസംസിനാണ് കൂടുതൽ വൾണറബിലിറ്റി ഉള്ളത് എന്തിലേക്ക്, എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള എന്ന് നമ്മൾ നോക്കിയപ്പോ നമുക്ക് എന്ത് കിട്ടി? സം ഗ്രൂപ്സ് ലൈക്ക് ആംഫിബിയൻസ് അപ്പിയർ ടു ബി മോർ വൾണറബിൾ ടു എക്സ്റ്റിങ്ഷൻ. ആൻഡ് അടുത്തത് എത്ര ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റ് ആയി നമ്മൾ കണ്ടു. ഇനി ഈ സിനാരിയോയിലേക്ക് നമ്മൾ ഒരു സാധനത്തിന്റെ കാൽക്കുലേഷൻ കൂടി എടുക്കാണ്. എന്താണിത്? ഫേസിങ് ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ, അതായത് വൈകാണ്ട് എക്സ്റ്റിങ്ക്റ്റ് ആവാം. ഇതുവരെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടില്ല, പക്ഷെ എത്രയാണ് എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള ചാൻസ്, അത് എത്ര നമുക്ക് കിട്ടി? 15500 സ്പീഷീസ് വേൾഡ് വൈഡ് എന്തിനുള്ള ചാൻസ് ഉണ്ട്? എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള, അല്ലെങ്കിൽ ദേ ഫേസ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഇനി ടോട്ടൽ നമ്പർ ഓഫ് സ്പീഷീസ് ഫേസിങ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ കണ്ടു. ഇനി നെക്സ്റ്റ് ഫാക്ട് എന്ന് പറയുന്നത് എത്ര പെർസെന്റേജ് ഓഫ് ഏതൊക്കെ സ്പീഷീസ് ആണ് ഫേസിങ് ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഇൻ ദ ഹോൾ വൈഡ് വേൾഡ്. ടോട്ടൽ വേൾഡിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 12% ഓഫ് ഓൾ ബേർഡ് സ്പീഷീസ്, 23% ഓഫ് ഓൾ മാമ്മൽ സ്പീഷീസ്, 32% ഓഫ് ഓൾ amphibian species, and 31% of all gymnosperm species face the threat of extinction. ഈ നമ്പർ പഠിക്കുക, ആൻഡ് ഈ നമ്പർ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചാല് 23% ഓഫ് ഡാഷ് സ്പീഷീസ്, അതിൽ 4 ഓപ്ഷൻ തന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മാമൽ തന്നെ ചൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതും പഠിച്ചു നോക്കാം. ആൻഡ് ഇത്രയും എന്തിന്റെ കാൽക്കുലേഷൻ ആണ്? ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റ് ആയതല്ല, വിച്ച് ഫേസ് ദി ത്രെറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഇനി ഇത്രയും കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു 6th മാസ് എക്സ്റ്റിങ്ഷൻ ഉണ്ടെങ്കിൽ ഒരു 100 വർഷത്തിൽ ഓൾമോസ്റ്റ് 50% സ്പീഷീസും എന്താവും? ടോട്ടലി എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഏത്? ഒറിജിനും ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് തൊട്ട് നോക്കുമ്പോൾ അറൌണ്ട് മോർ ദാൻ 3 ബില്യൺ ഇയേഴ്സ് ഉണ്ടാവാം. ആൻഡ് ഈ 3 ബില്യൺ ഇയേഴ്സ് കാലയളവിൽ ഓൾമോസ്റ്റ് 5 എപ്പിസോഡ്സ് ഓഫ് മാസ് എക്സ്റ്റിങ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു ഡിഫറെന്റ് സ്പീഷീസിന്റെ. ഇനി ഒരു 6th എക്സ്റ്റിങ്ഷൻ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എത്ര ഉണ്ടാവും? നമുക്ക് ഡിഫറൻസ് ഇൻ റേറ്റ് കാണാം. കാരണം ഈ ഓരോ എക്സ്റ്റിങ്ഷനും 5 എപ്പിസോഡ്സ് ആകുന്നത് 3 ബില്യൺ ഇയേഴ്സിലാണ്. പക്ഷെ ഇനി നമ്മൾ ഓരോ എക്സ്റ്റിങ്ഷനും ഫ്രീക്വൻസി കുറഞ്ഞു വരാം. അതാണ് പറഞ്ഞത് ദ ഡിഫറൻസ്. അതായത് ഓരോ എക്സ്റ്റിങ്ഷൻ അഡ്വാൻസ് ചെയ്ത് പോകുമ്പോഴും ആ ഡിഫറൻസ് എന്തിലാണ്?
the differences in the rates. അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ റേറ്റ് 100 to 1000 times ഫാസ്റ്റർ ആണ് ദാൻ ഇൻ ദ പ്രീ ഹ്യൂമൻ ടൈംസ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഹ്യൂമൻ ഇന്റർവെൻഷൻ കൊണ്ടുണ്ടാവുന്ന ഓരോ കേസ്, ആന്ത്രപ്പോജനിക് കേസസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അങ്ങനത്തെ റീസൺസും കൂടി വരുമ്പോൾ ഒരു 100 to 1000 times ഫാസ്റ്റർ ആയിട്ട് എക്സ്റ്റിങ്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഇക്കോളജിസ്റ്റ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അതായത് ഇപ്പൊ നടക്കുന്ന ട്രെൻഡാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പൊ നടക്കുന്ന പേസിലാണ് എക്സ്റ്റിങ്ഷൻ നടക്കുന്നതെങ്കിൽ, നിയർലി ഹാഫ് ഓഫ് ഓൾ സ്പീഷീസ് ഓൺ എർത്ത് കംപ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട് ആവും. എത്ര കാലയളവിൽ? ഇൻ കമ്മിങ് 100 years. അതായത് ഇനി ഒരു 100 വർഷത്തിനുള്ളിൽ ഓൾമോസ്റ്റ് 50% ഓഫ് സ്പീഷീസും എക്സ്റ്റിങ്ക്റ്റ് ആയി പോവും. ഇനി ഇത്രയും നേരം പഠിപ്പിച്ച് ഈ മാർക്ക് ചെയ്ത ഇമ്പോർട്ടന്റ് നമ്പേഴ്സ്, ഈ ചാപ്റ്ററിൽ കുറെ നമ്പേഴ്സ് പഠിക്കേണ്ട. ആ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ് ഓരോന്നിന്റെയും, ആൻഡ് ഈ നമ്പർ എന്തിനാണ് പറയുന്നത്? ഫേസിംഗ് ദ ത്രെറ്റ് ആണോ, അല്ല ഓൾറെഡി എക്സ്റ്റിങ്ക്റ്റ് ആയതാണോ, അല്ല ഓൾറെഡി ഡിസ്ക്രൈബ്ഡ് ആണോ, യെറ്റ് ടു ബി ഡിസ്ക്രൈബ്ഡ് ആണോ? ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ്ലി അറിഞ്ഞിരിക്കാം. ഇനി ഒരു റീജിയനിൽ നമ്മൾ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എടുക്കണം, അതിന്റെ റീസൺസ് നമ്മൾ കണ്ടു. ആൻഡ് ഈ കണ്ട റീസൺസ് കാരണം നമ്മൾ ഒരു റീജിയനിലെ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എടുത്താലും എന്തൊക്കെയാവാം ബാക്കിയുള്ള കാരണങ്ങൾ? എന്തൊക്കെയാവാം? അതായത് ഈ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് ബാക്കിയുള്ള ഓർഗാനിസംസിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള കോഹാബിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം? ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ എ റീജിയൻ മേ ലീഡ് ടു ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ. ഫസ്റ്റ് പോയിന്റ്, അതായത് പ്ലാന്റിന്റെ പ്രൊഡക്ഷൻ അതൊക്കെ കുറഞ്ഞു വരാം. ആൻഡ് അതെന്താ? സ്പീഷീസ് ഡൈവേഴ്സിറ്റി പ്രൊഡക്ഷനെ എത്രത്തോളം കോൺട്രിബ്യൂട്ട് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഇക്കോസിസ്റ്റം ചാപ്റ്ററിൽ പറഞ്ഞാണ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റെബിലിറ്റി കൂടാണ് ഇക്കോസിസ്റ്റത്തിന്റെ. അപ്പൊ അതിനനുസരിച്ച് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറയാണ്, മ്യൂച്വൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്ലൈയും ടേക്കും ഔട്ട്പുട്ടും ഒക്കെ കുറയാണ്. അപ്പോ എന്ത് പറ്റും? ഡിക്ലൈൻ ഇൻ പ്ലാന്റ് പ്രൊഡക്ഷൻ നടക്കും. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ലോവേർഡ് റെസിസ്റ്റൻസ് ടു എൻവയൺമെന്റൽ പെർട്ടർബേഷൻസ് സച്ച് എസ് ഡ്രോട്ട്. അതായത് ഏതെങ്കിലും ഒരു കാറ്റാസ്ട്രോഫി വന്നാൽ നമുക്ക് എതിർത്ത് നിൽക്കാനുള്ള റെസിസ്റ്റൻസ് കുറയും. നമുക്കറിയാം പല കേസസിലും കുറെ എക്സാമ്പിൾസ് ഉണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾസ് ഉണ്ട്. പല ഓർഗാനിസംസിനും നേരത്തെ കൂട്ടി ഓരോ കാറ്റാസ്ട്രോഫി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അവരുടെ മൈഗ്രേഷൻ നമ്മൾ പഠിക്കുമ്പോൾ മൈഗ്രേഷൻ പഠിച്ച് നമുക്ക് മനസ്സിലാകാൻ പറ്റും എന്തോന്ന് മോശം വരാനുണ്ട്. ആൻഡ് അങ്ങനെ നമുക്ക് ചില പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഒക്കെ എടുക്കാൻ പറ്റും ടു കോപ്പ് അപ്പ് വിത്ത് സച്ച് കാറ്റാസ്ട്രോഫീസ്. പക്ഷെ അങ്ങനെ സ്പീഷീസിന്റെ ലോസ് നടക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഓർഗാനിസംസ് മരിക്കുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ഫൈൻഡിങ്സും നമുക്ക് ഡിറൈവ് ചെയ്യുന്നത് പറ്റാണ്ടാവും. ആൻഡ് അങ്ങോട്ടുള്ള അതായത് എൻവയൺമെന്റിൽ വരുന്ന കലാമിറ്റീസിനോടുള്ള റെസിസ്റ്റൻസ് നമുക്ക് കുറഞ്ഞു വരും. അങ്ങനെ എക്സിസ്റ്റൻസിനുള്ള റീസൺസ് ആണ് ആക്ച്വലി കുറഞ്ഞുകൊണ്ട് വരുന്നത്. തേർഡ് പോയിന്റ്, ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ഇൻ സർട്ടൻ ഇക്കോസിസ്റ്റം പ്രോസസ്സസ് സച്ച് എസ് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി, വാട്ടർ യൂസ്, പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾസ്. ഇത്രയും പ്ലാന്റ് പ്രൊഡക്ടിവിറ്റിയും വാട്ടർ യൂസും പെസ്റ്റും ഡിസീസ് സൈക്കിൾസും ഒക്കെ എക്സ്ട്രീംലി ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് വേരിയബിലിറ്റി ആണെങ്കിൽ നമുക്കത് മോശമായിട്ട് ബാധിക്കും. ഇനി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിന്റെ കോൺസിക്വൻസസ് നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് കാണാൻ പോകുന്നത് കോസസ് ആണ്. കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതിലേക്ക് കടക്കുകയാണെങ്കിൽ, ദ ആക്സിലറേറ്റഡ് റേറ്റ്സ് ഓഫ് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ, നമ്മളിപ്പോ കാണുന്ന പോലെ പേസിൽ നടക്കുകയാണെങ്കിൽ എന്ത് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ, മെയിൻലി അതിന്റെ കാരണക്കാരായിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ്. ആൻഡ് ഇതിലെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം നടക്കുന്ന ബയോഡൈവേഴ്സിറ്റി ലോസിനെ നമ്മൾ 4 മേജർ കോസസ് ആയിട്ട് പറയുന്നു. ആൻഡ് അതിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ദ ഈവിൽ ക്വാർട്ടറ്റ്. ഈവിൽ ക്വാർട്ടറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം എന്ത് 4 മേജർ കോസസ് വിച്ച് എന്ത് കാരണം ഉണ്ടാക്കുന്ന ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാക്കുന്ന 4 മേജർ കോസസിനെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അതില് ഫസ്റ്റ് തിങ്, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. സെക്കൻഡ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. തേർഡ്, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, കോ എക്സ്റ്റിങ്ഷൻ. Causes of biodiversity loss.
അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക്. ആൻഡ് അതിൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തു? 4 റീസൺസ് അല്ലെങ്കിൽ 4 കോസസ് ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് നമ്മൾ അതിനെ വിളിച്ചത് ദ ഈവിൽ ക്വാർട്ടറ്റ്. അതിന്റെ 4 റീസൺ വേറെ വേറെ കണ്ടു. ഏതൊക്കെ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, സെക്കൻഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, തേർഡ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ഫോർത്ത് കോ എക്സ്റ്റിങ്ഷൻ. ഇനി 4 കോസസ് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളോട് ചോദിക്കാണ് മേജർ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് ഓപ്ഷൻ എടുക്കണം? ഇതിൽ മേജർ ആയിട്ടുള്ള കോസ് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. അപ്പൊ നമുക്ക് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ കടക്കാം. എന്താണ്? ആദ്യം പറഞ്ഞു ഇതാണ് മേജർ കോസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോസ് ലീഡിങ് ടു എക്സ്റ്റിങ്ഷൻ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഏത് കേസിന്റെ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷന് നമുക്ക് കാണാൻ പറ്റുന്നത് ഏതിലാണ്? ഫ്രം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അതെന്താ പറയുന്നത് ആ എക്സാമ്പിൾ? ആ എക്സാമ്പിൾ പറയുന്നു, അതായത് പണ്ട് 14% ഓഫ് ടോട്ടൽ എർത്തിന്റെ സർഫസ് ഏരിയ കവർ ചെയ്തത് ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് എത്രയുള്ളൂ? നോ മോർ ദൻ 6%. അതായത് ഒരു മാസീവ് 14% കവറേജ് ഉണ്ടായിരുന്നു. 14% ഓഫ് ടോട്ടൽ എർത്തിന്റെ ലാൻഡ് സർഫസ്. പക്ഷെ ഇപ്പോ അത് എത്രയുള്ളൂ? ലെസ് ദൻ 6% ഓഫ് കവറേജ്. ഇതാരെയാണ് പറയുന്നത്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ എത്രത്തോളം ഓൾറെഡി ഡിസ്ട്രോയ് ആയി, ഇനി ഏത് റേറ്റിലാണ് ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിൾ പറയാണ്, ബൈ ദ ടൈം യു ഫിനിഷ് റീഡിങ് ദിസ് ചാപ്റ്റർ ഒരു 1000 ഹെക്ടർ കൂടും, ഒരു 1000 മോർ ഹെക്ടേഴ്സും എന്തായിട്ടുണ്ടാവും? ലോസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അത്രയും ഒരു ഹൈ പേസിലാണ് ഡിസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇറ്റ് ഇസ് അത്രയും ഹ്യൂജ് ആണ്, എക്സ്ട്രീംലി ഹ്യൂജ് ആയിട്ടുള്ളതാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ റെയിൻ ഫോറസ്റ്റിനെ നമ്മൾ എന്ത് വിളിച്ചു? ലങ്സ് ഓഫ് ദി പ്ലാനറ്റ് എന്നും കൂടി വിളിച്ചു. ആൻഡ് ഇത്രയും വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ എത്ര മില്യൺസ് ഓഫ് സ്പീഷീസ് ആണ് ഇവിടെ ഓൾറെഡി ഹാർബേർഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹാബിറ്റാറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ മില്യൺസ് ഓഫ് സ്പീഷീസിനും കൂടി ഹാബിറ്റാറ്റിന് ത്രെറ്റ് വരികയാണ്. അതായത് അതിന്റെ സർവൈവലിന് ത്രെറ്റ് വരികയാണ്, അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുമ്പോൾ. അങ്ങനെ അവർ എന്ത് ലീഡ് ചെയ്യും? ഈ റെയിൻ ഫോറസ്റ്റ് നശിപ്പിക്കുമ്പോൾ അവരുടെ എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ലോസിലേക്കും ഇത് ലീഡ് ചെയ്യാം. ഇനി മെയിൻ കോസ് എന്താണ് ഇത്രയും ഹൈ പേസിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഡിസ്ട്രോയ് ചെയ്യാനുള്ളത്? ടു കൾട്ടിവേറ്റ് സോയാബീൻസ് അല്ലെങ്കിൽ ഫോർ ദി കൺവേർഷൻ ടു ഗ്രാസ് ലാൻഡ്സ് ഫോർ റേസിംഗ് ബീഫ് കാറ്റിൽ. അതൊരു പ്രാവശ്യം ചോദിച്ചിരുന്നു, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. എന്ത്? ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇത്രയും ലങ്സ് ഓഫ് ദി പ്ലാനറ്റ് എന്ന് പറയുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഇത്രയും കട്ട് ആൻഡ് ക്ലിയർഡ് ആവുന്നതിന്റെ മെയിൻ റീസൺ എന്താണ്? ടു കൾട്ടിവേറ്റ് സോയാബീൻസ് ഓർ ഫോർ കൺവേർഷൻ ടു ഗ്രാസ് ലാൻഡ്സ്. ഇത് എന്ത് റേസ് ചെയ്യാൻ? ബീഫ് കാറ്റിൽ. ആ ബീഫ് കാറ്റിലും അതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്കറിയാം ടോട്ടൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനോടുകൂടെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് എത്രമാത്രം അതിന്റെ അവിടെ ഉണ്ടാവുന്ന സ്പീഷീസിനും അത് ത്രെറ്റൻ ചെയ്യുന്നു എന്നുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് അഫക്റ്റഡ് ആവുന്നതാരാ? ഇങ്ങനെ ലാർജ് ഹാബിറ്റാറ്റ് നശിപ്പിക്കുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ഓർഗാനിസംസ് ഉണ്ട്, അതായത് ചെറിയ ചില ഓർഗാനിസംസ് ഉണ്ട്. അവരെങ്ങനെയാണ്? അവർക്ക് വലിയ ടെറിട്ടറീസ് ആവശ്യമുണ്ട് ജീവിക്കാൻ. ആൻഡ് വേറെ ചില ആനിമൽസ് ഉണ്ട്, അവർക്ക് മൈഗ്രേറ്ററി ഹാബിറ്റ്സ് ആയിരിക്കും. ആൻഡ് അങ്ങനെ ഹാബിറ്റ്സ് വരുമ്പോൾ അവർക്ക് ഒരു പ്രാവശ്യം മൈഗ്രേറ്റ് ചെയ്ത് പുറത്തോട്ട് പോയി പിന്നെ വരുമ്പോൾ എന്താ? അവരുടെ ഹാബിറ്റാറ്റ് കാണുന്നില്ല. അപ്പൊ അവർക്ക് അതൊരു വലിയ ത്രെറ്റ് ആവുന്നു. അങ്ങനെ പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്നു. അപ്പൊ മേജർ ത്രെറ്റ് ആർക്കൊക്കെയാണ്? ഇങ്ങനെ വലിയൊരു ലാർജ് ഹാബിറ്റാറ്റ് സ്മോൾ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് നമ്മൾ നശിപ്പിക്കുമ്പോൾ മാമൽസ് ആൻഡ് ബേർഡ്സ് റിക്വയറിംഗ് ലാർജ് ടെറിട്ടറീസ് മോസ്റ്റ്ലി ത്രെറ്റൻഡ് ആവുന്നു. ആൻഡ് ആനിമൽസ് വിത്ത് മൈഗ്രേറ്ററി ഹാബിറ്റ്സും
എങ്ങനെ ബാഡ്ലി അഫക്റ്റഡ് ആവുന്നു. ഇത്രയാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. അടുത്ത പോയിന്റ് എന്താണ്? നെക്സ്റ്റ് റീസൺ മേജർ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണ്. ഇനി അടുത്ത റീസണിലേക്ക്, അടുത്ത കോസിലേക്ക് വരുമ്പോൾ അതെന്താണ്? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഈ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ എപ്പോഴാണ് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് സിനാരിയോയിലേക്ക് വരുന്നത്? നമ്മുടെ നീഡ്, വെൻ നീഡ് ടേൺസ് ടു ഗ്രീഡ്, നമ്മുടെ ആവശ്യം ആർത്തിയിലേക്ക് പോകുമ്പോൾ എന്ത് കാണാൻ പറ്റും? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടക്കാന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ മെയിൻ എക്സാമ്പിൾസും കൂടി പഠിച്ചു വെക്കാം. അതിന്റെ മെയിൻ എക്സാമ്പിൾസ് എന്താണ്? ഡോഡോ മൊറീഷ്യസ്, സ്റ്റെല്ലർ സീ കൗ, എവിടുത്തെ? റഷ്യ, പാസഞ്ചർ പിജൻസ്, അമേരിക്ക. അപ്പോ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ട് എക്സ്റ്റിങ്ഷൻ സംഭവിച്ചത് ആരാന്ന് വെച്ചാൽ ആരൊക്കെ പറയണം? ഇവിടെ എൻസിആറിൽ തന്നെ ഈ ആൻസേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്ത്? സ്റ്റെല്ലർ സീ കൗ, പാസഞ്ചർ പിജൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഡോഡോയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി തേർഡ് പോയിന്റ് എന്താണ്? ഒരു ഏലിയൻ സ്പീഷീസിന്റെ ഇൻവേഷൻ. ഏലിയൻ സ്പീഷീസ് എന്ന് വെച്ചാൽ ആ ഭാഗത്തൊന്നും കാണാത്ത തരത്തിലുള്ള വേറൊരു എക്സോട്ടിക് സ്പീഷീസ് വന്ന് അവിടെ താമസിക്കാൻ വരികയാണ്. അപ്പൊ എന്ത് പറ്റും? അതായത് ഒരു റീജിയനിൽ കുറച്ച് നേറ്റീവ് സ്പീഷീസ് ഉണ്ടാവും, അതായത് അവിടെ തന്നെ ജനിച്ച് വളർന്ന കുറച്ച് സ്പീഷീസ് ഉണ്ടാവും. അങ്ങോട്ടേക്ക് ഒരു പുതിയ സ്പീഷീസ് അല്ലെങ്കിൽ എക്സോട്ടിക് സ്പീഷീസ് വന്ന് താമസാക്കാണ്. അങ്ങനെ ഇൻവേഡ് ചെയ്യുമ്പോൾ എത്രത്തോളം ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ എക്സാമ്പിൾ, നൈൽ പെർച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി ലേക്ക് വിക്ടോറിയ ഇൻ ഈസ്റ്റ് ആഫ്രിക്ക. ഇത് എന്തിലേക്ക് ലീഡ് ചെയ്തു? മോർ ദൻ 200 സ്പീഷീസ് ഓഫ് സിക്ലിഡ് ഫിഷിന്റെ വംശനാശത്തിന് ലീഡ് ചെയ്തു. ഇനി ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു, NCERT പറയുന്നു, ഏലിയൻ സ്പീഷീസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അൺഇൻറ്റൻഷനലി ആയാലും ഡെലിബറേറ്റ്ലി ആയാലും മനഃപൂർവ്വം ആയാലും അല്ലാണ്ടെങ്കിലും ഏത് പേർപ്പസോ ആയിക്കോട്ടെ, ഏലിയൻ സ്പീഷീസ് ഒരു നേറ്റീവ് സ്പീഷീസ് താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആവുമ്പോൾ ഇറ്റ് കോസസ് ഡിക്ലൈൻ അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ ഓഫ് ഇൻഡിജീനസ് സ്പീഷീസ്. ആൻഡ് അതിന്റെ എക്സാമ്പിൾ നൈൽ പെർച്ച് എങ്ങോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ലേക്ക് വിക്ടോറിയ ഇൻ ഈസ്റ്റ് ആഫ്രിക്ക. ആൻഡ് അതിന്റെ റിസൾട്ട് ആയിട്ട് 200 സ്പീഷീസ് സിക്ലിഡ് ഫിഷ് ആണ് നഷ്ടപ്പെട്ടത്. മറ്റൊരു എക്സാമ്പിൾ, ഒരു ഇൻവേസീവ് വീഡ് സ്പീഷീസ് ലൈക്ക് കാരറ്റ് ഗ്രാസ്. കാരറ്റ് ഗ്രാസിന് പകരം എന്തും പറയാം? പാർത്തേനിയം, അല്ലെങ്കിൽ ലാൻഡാന, അല്ലെങ്കിൽ വാട്ടർ ഹയസിന്ത്. ഇതൊക്കെ ഏതിന്റെ എക്സാമ്പിൾ ആണ്? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ കാരണം കൊണ്ടുവന്ന ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിന്റെ എക്സാമ്പിൾ ആണ്. ഇനി റീസെന്റ് ആയിട്ട് നടന്ന എന്ത്? ആഫ്രിക്കൻ കാറ്റ്ഫിഷ് ക്ലാരിയസ് ഗാരിപ്പൈനസ്. എന്ത് പർപ്പസിനാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അക്വാ കൾച്ചർ പർപ്പസിന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവിടുത്തെ ഇൻഡിജീനസ് കാറ്റ്ഫിഷസിന്റെ വംശനാശം സംഭവിച്ചു. അപ്പോ ഏലിയൻ സ്പീഷീസ് ഇൻവേഷന് എത്രയോ എക്സാമ്പിൾസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് എക്സാമ്പിൾസും പഠിക്കണം, ആൻഡ് അലോങ് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് ഏത് കോസിന്റെ താഴെയാണ് വരുന്നത്. ഹാബിറ്റാറ്റ് ലോസിന്റെ താഴെയാണ് ഇത് വരുന്നത്, തെറ്റിപ്പോരുത്. അതായത് ഇത്രയും പഠിച്ചത് ഏലിയൻ സ്പീഷീസ് ഇൻവേഷന്റെ താഴെ തന്നെയാണെന്ന് കൂടെ അറിഞ്ഞിരിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ്, കോ എക്സ്റ്റിങ്ഷൻ. നമുക്കറിയാം, നമ്മുടെ എക്കോസിസ്റ്റം എടുത്ത് നോക്കിയാൽ പലതരം മ്യൂച്വലിസം, അങ്ങനത്തെ ഇന്ററാക്ഷൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചാണ്. ആൻഡ് അപ്പൊ എന്ത് പറ്റും? ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസിൽ എൻറ്റയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു സ്പീഷീസിന് ഏതെങ്കിലും കാരണവശാൽ എക്സ്റ്റിങ്ക്ട് ആയി പോയാൽ ഇവരിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റേ സ്പീഷീസും എന്ത് പറ്റും? എക്സ്റ്റിങ്ക്ട് ആയി പോകും. അതിന്റെ എക്സാമ്പിൾ ആണ് കോ എക്സ്റ്റിങ്ഷന്റെ താഴെ പറയുന്നത്. അതായത് ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്ട് ആവുകയാണ്. when a species become extinct, അതിനോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന, അതായത് ഇൻ എൻ ഒബ്ലിഗേറ്ററി വേ, ഒബ്ലിഗേറ്ററി എന്ന് പറഞ്ഞാൽ അതിനെ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരവസ്ഥ, ഒബ്ലിഗേഷൻ ഉള്ളൊരു വേയിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ആയിരിക്കുമ്പോൾ ഒരു ആള് എക്സ്റ്റിങ്ക്ട് ആകുമ്പോൾ കോ എക്സ്റ്റിങ്ഷൻ സംഭവിച്ച് മറ്റേ ആളും പതുക്കെ എക്സ്റ്റിങ്ക്ട് ആയി പോകും. when a host fish species become extinct, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അസംബ്ലേജ് ഓഫ് പാരസൈറ്റ്സും എങ്ങനെ പോവുള്ളൂ? എക്സ്റ്റിങ്ക്ട് ആയി പോവുള്ളൂ.
ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോ ഇവോൾവ് ചെയ്യുന്ന പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോ ആ പോളിനേറ്റർ എക്സ്റ്റെൻഡ് ആയി പോകുന്നു വിചാരിക്കാം. അപ്പോ ആ പ്ലാന്റിനെ വേറെ പോളിനേറ്റ് ചെയ്യാൻ വേറെ ആളില്ല. അങ്ങനെ പതുക്കെ ആ പ്ലാന്റിന്റെയും വംശനാശം സംഭവിക്കും. ഇത്രയാണ് കോ എക്സ്റ്റിങ്ഷൻ താഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്താന്ന് പറഞ്ഞു, ആൻഡ് അതിന്റെ മെയിൻ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസസ് 4 പോയിന്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മേജർ കോസ് എന്ന് പറഞ്ഞത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണ് നമ്മൾ കണ്ടു. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അതായത് നമ്മൾ ആദ്യം ബയോഡൈവേഴ്സിറ്റി എന്താന്ന് കണ്ടു, അതിന്റെ ലോസ് ഇപ്പം സംഭവിക്കാണ് ഏത് റേറ്റിലാണ്, ഏതൊക്കെ കോസ് കാരണമാണ് കണ്ടു. ഇനി നമ്മൾ എന്തുകൊണ്ട് ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യണം, അതിന്റെ റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ കാണാൻ പോവാണ്. ഈ റീസൺസിനെ നമ്മൾ മെയിൻലി 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. വൈ ടു കൺസേർവ്, ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് 3 റീസൺസ്. ഇതില് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് നാരോലി യൂട്ടിലിറ്റേറിയൻ, സെക്കൻഡ് എന്ന് പറയുന്നത് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ, തേർഡ് എന്ന് പറയുന്നത് എത്തിക്കൽ റീസൺസ്. ഇനി ഈ നാരോലി യൂട്ടിലിറ്റേറിയൻ എന്താന്ന് വെച്ചാൽ അതിൽ ചില ഡയറക്റ്റ് ആയിട്ടുള്ള എക്കണോമിക് കോസസ് വരും. ഡയറക്റ്റ് അല്ലെങ്കിൽ എക്കണോമിക് യൂസസുമായിട്ട് ബന്ധപ്പെട്ട സാധനം. അതായത് നമുക്ക് പലതരം ഫുഡ് എവിടുന്ന് കിട്ടും, ഇങ്ങനത്തെ ഹാബിറ്റാറ്റ്സ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് കിട്ടാം. അതായത് നമ്മൾ അതിൽ ഡിപ്പെൻഡന്റ് ആയി പോകുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഫയർ വുഡ് നമുക്ക് കിട്ടുന്നുണ്ട്, ഫൈബേഴ്സ് കിട്ടുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് അതിന്റെ റോ മെറ്റീരിയൽസ് ഇതൊക്കെ നമുക്ക് ബയോഡൈവേഴ്സിറ്റിന്ന് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോറസ്റ്റ് അല്ലെങ്കിൽ വലിയ വലിയ റീജിയൻസ് നമ്മൾ നശിപ്പിക്കുന്ന റീജിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പല ഡ്രഗ്സും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇവിടുന്ന് തന്നെയാണ് കിട്ടുന്നത്. ഇതൊക്കെ ഏതിന്റെ താഴെ വന്നു, നാരോലി യൂട്ടിലിറ്റേറിയൻ അല്ലെങ്കിൽ ചില എക്കണോമിക് യൂസസ്, അതായത് നമുക്ക് പൈസയുമായിട്ട് ബന്ധപ്പെട്ട യൂസസ്. ഫുഡ്, ഫയർവുഡ്, ഇങ്ങനെ കുറെ ഫാമേഴ്സും ഡെൽറ്റേഴ്സും ഒക്കെ ഏതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ബയോഡൈവേഴ്സിറ്റിയിൽ ഡിപ്പെൻഡന്റ് ആണ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, ഡ്രഗ്സ് ഒക്കെ. ഇനി ഡ്രഗ്സിൽ 25% നമുക്ക് പ്ലാന്റ്സ് നിന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ പ്ലാന്റ്സ് തന്നെ നശിപ്പിച്ചു കളഞ്ഞാൽ നമുക്ക് പിന്നെ ഡ്രഗ്സിന് വഴിയില്ലാണ്ടാവും. ഇനി ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാല് ചില ഇൻഡയറക്റ്റ് യൂസസ് അല്ലെങ്കിൽ ചില ഇക്കോസിസ്റ്റം സർവീസസ്. ഇതില് എന്തൊക്കെ പറയാം, ഓക്സിജൻ, പോളിനേഷൻ, ഇതൊക്കെ എന്താ എക്കോസിസ്റ്റം സർവീസസിൽ വരുന്നതാണ്. ഏസ്തെറ്റിക് പ്ലഷർ, നമുക്കൊന്ന് നടന്നിട്ട് വരണം അല്ലെങ്കിൽ കുറച്ച് ശുദ്ധമായി ശ്വസിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുക, ആൻഡ് പാർക്കിലൊക്കെ പോയി ഇരിക്കാൻ പറ്റുക, അവിടുത്തെ ഭംഗി ആസ്വദിക്കാം, അങ്ങനെയുള്ള മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്ന സ്ഥലങ്ങൾ. ഇതൊക്കെ നമ്മൾ നശിപ്പിക്കുമ്പോൾ എന്താ പറ്റുക, ഈ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺസ് വരും എന്തുകൊണ്ട് ഇതിനെ കൺസേർവ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക്. ലാസ്റ്റ് ഫ്ലഡ് ആൻഡ് ഇറോഷൻ കൺട്രോൾ. നമുക്കറിയാം ഇത് പ്രകൃതി നമ്മൾ എത്രത്തോളം സഹായിക്കുന്നുണ്ട്. അതായത് സോയിൽ ഇറോഷന് എല്ലാം പ്രിവെന്റ് ചെയ്യാൻ ഏതാണ് നമ്മൾ സഹായിക്കുന്നത്, പ്ലാന്റ്സും ട്രീസും ഒക്കെ എത്രമാത്രം സഹായിക്കുന്നു. അപ്പൊ നമ്മൾ ഇവരൊക്കെ നശിപ്പിച്ചു കളഞ്ഞാല് സോയിലെല്ലാം വാഷ്ഡ് അവേ ആയി പോവും, അങ്ങനെ ഇറോഷൻ കോസ് ചെയ്യും, ആൻഡ് പതുക്കെ ഫ്ലഡ്സും വരാൻ തുടങ്ങും. ഇനി എത്തിക്കൽ റീസൺസ് എന്തൊക്കെയാണ് പറയാൻ പറ്റുക, നമുക്ക് പറയാൻ പറ്റും എല്ലാത്തിനും, ഭൂമിയിലുള്ള എല്ലാ ജീവജാലത്തിനും കുറെ ഇൻട്രിൻസിക് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ ഉപദ്രവിക്കാത്ത ആരെയും നമ്മൾ നശിപ്പിക്കുന്നതിനെ കൊണ്ട് അർത്ഥമില്ല. അതായത് നമ്മൾ എന്തുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യണം എന്നുള്ളതിന് ചില എത്തിക്കൽ ആർഗ്യുമെന്റ്സ് നമുക്ക് പുട്ട് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അത് എല്ലാ സാധനത്തിനും, അതായത് ഏതൊരു കാര്യമായാലും അവർക്ക് ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്, ആൻഡ് അത് കറന്റ്ലി നമുക്കിപ്പോ ഉപയോഗം ഇല്ലെങ്കിലും അതിനെ വെറുതെ നശിപ്പിച്ച് കളയുന്നതിനോട്
എന്തെങ്കിലും ഒരു ഉപയോഗം നമുക്ക് കണ്ണിൽ കാണാനില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള റീസണോ കോസോ ഉപയോഗം എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കുക. അതാണ് എത്തിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. വി ഹാവ് എ മോറൽ ഡ്യൂട്ടി ടു കെയർ ഫോർ ദെയർ വെൽബീങ് ആൻഡ് നമ്മുടെ ബയോളജിക്കൽ ലെഗസി നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും പാസ് ഓൺ ചെയ്യാന്നുള്ളത് ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് വൈ ടു കൺസേർവ് എന്നുള്ളതിന് ഉത്തരം. ഇനി വൈ ടു കൺസേർവ് ചെയ്യണമെന്ന് ഉള്ള റീസൺ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ ഉള്ളിൽ വരുന്നത്? ഹൗ ടു കൺസേർവ്, എങ്ങനെ നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റും? ഹൗ ടു കൺസേർവ് ബയോഡൈവേഴ്സിനെ താഴെ രണ്ടെണ്ണം വരുന്നുണ്ട്. അതായത് ഒന്ന് ഇൻസിറ്റു, ഒന്ന് എക്സിറ്റു. ഇൻസിറ്റു എന്ന് വെച്ചാൽ ഇന്ന് ഒരു റീജിയൻ ഉണ്ട്, ആ റീജിയനിൽ ഇത്രയും ബയോഡൈവേഴ്സിറ്റി ഇതുവരെ ലോസ് ആവാണ്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇനി അവിടെ ഓൺ ദ സൈറ്റ് വെച്ച് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. അതായത് അവരവിടെ തന്നെ ഇരുന്നോട്ടെ, അതിന് എക്സ്ട്രാ ഹാമൊന്നും നമ്മൾ എക്സ്റ്റേണലി കൊടുക്കാണ്ടിരുന്ന് അവരവിടെ തന്നെ നമുക്ക് വളരാനുള്ള ചില സപ്ലൈസും ഹെൽപ്പും ചെയ്ത് അതവരെ ഓൺ ദ സൈറ്റ് തന്നെ നമുക്ക് കൺസേർവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇൻസിറ്റു എന്ന് പറയുന്നു. ഇനി സെക്കൻഡ് എന്താ? എക്സിറ്റു. എക്സിറ്റു എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിചാരിക്കുക ഒരു സ്പീഷീസ് ഓഫ് ആനിമൽസ് നമുക്ക് ഒരു സ്പീഷീസിനെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അപ്പൊ എന്താ? എക്സ്റ്റിങ്ക്ട് ആവാൻ പോവാൻ നമ്മൾ അറിയുന്നു ഒരു സർട്ടൻ സ്പീഷീസ് ഓഫ് ആനിമൽസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരെ റീപ്രൊഡക്ഷൻ നമ്മൾ എക്സ്റ്റേണലി കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ അതിനെ എവിടെയെങ്കിലും കൊണ്ട് പാർപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി താമസിപ്പിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ബാക്കിയുള്ള ഓർഗാനിസംസിന് ത്രെറ്റ് ഇല്ലാണ്ടിരിക്കാൻ ഉള്ള രീതിയിൽ ആൻഡ് അവിടെ പാർപ്പിക്കുന്നു, അവരെ റീപ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ അവരുടെ പ്രൊപ്പഗേഷൻ നമ്മൾ കൂട്ടുന്നു ആൻഡ് അവരെ റീപ്രൊഡ്യൂസ് കൂടുതൽ ചെയ്ത് അവരുടെ സ്പീഷീസിന്റെ എണ്ണം അല്ലെങ്കിൽ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു. അത് ഓൺ ദ സൈറ്റ് അല്ല നമ്മൾ നടത്തുന്നത്, എക്സിറ്റു, അതായത് ഓഫ് ദ സൈറ്റ്. അങ്ങനെ നമുക്ക് കൺസേർവ് ചെയ്യാം. അപ്പോ ബ്രോഡ്ലി നമ്മൾ എങ്ങനെ കൺസേർവ് ചെയ്യാന്നുള്ളത് രണ്ടെണ്ണം പഠിച്ചു, ഇൻസിറ്റു ആൻഡ് എക്സിറ്റു. ഇനി ഇൻസിറ്റ്യൂല് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കൺസർവേഷൻ ഓൺ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ തന്നെ വളരാൻ അനുവദിക്കുക, എക്സ്ട്രാ ഹാം പ്രിവെന്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഈ ഇൻസിറ്റു കൺസർവേഷൻ എങ്ങനെയാണ്? ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ആവുകയാണ് എല്ലാ ലെവൽസിലും. ബയോഡൈവേഴ്സിറ്റി ഈസ് പ്രൊട്ടക്റ്റഡ് അറ്റ് ഓൾ ലെവൽസ്. ആൻഡ് ഈ ഇൻസിറ്റു കൺസർവേഷൻ നമ്മൾ മെയിൻലി എന്തോ കാണാൻ പറ്റും? ഹോട്ട്സ്പോട്ട് നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് നമ്മൾ വിളിക്കാറുണ്ട്. ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ റീജിയൻ, ആ റീജിയനിൽ അല്ലെങ്കിൽ ആ ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ഥലത്ത് സ്പീഷീസ് റിച്ച്നെസ് കൂടുതലായിരിക്കണം. അതിന്റെ കൂടെ തന്നെ എൻഡമിസം കൂടുതലായിരിക്കണം. അതായത് എൻഡമിസം എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ റീജിയൻസിൽ ആ ഓർഗാനിസത്തിന്റെ എണ്ണം കൂടുതലായിരിക്കണം. വേറെ സ്ഥലത്ത് അത്രയും ഉണ്ടാവണമെന്നില്ല. ആ സ്പീഷീസ് ആർ എൻഡമിക് ടു ദാറ്റ് റീജിയൻ. അങ്ങനെയുള്ള എൻഡമിസം കൂടുതലായിരിക്കണം. ആൻഡ് അതിനോടുള്ള ത്രെറ്റും കൂടുതലായിരിക്കണം. എക്സിസ്റ്റൻസിനുള്ള ത്രെറ്റും കൂടുതലായിരിക്കണം. സർവൈവലിനുള്ള ത്രെറ്റും കൂടുതലായിരിക്കണം. അപ്പൊ ഹോട്ട്സ്പോട്ടിന്റെ താഴെ വരുന്നത് 3 പോയിന്റ്. എന്ത്? സ്പീഷീസ് റിച്ച്നെസ് കൂടുതലായിരിക്കണം, എന്നാലേ നമ്മൾ 1 ക്രൈറ്റീരിയ ഫുൾഫിൽ ആയി എന്ന് പറയാൻ പറ്റും ഫോർ ബീങ് എ ഹോട്ട്സ്പോട്ട്. ഇനി സെക്കൻഡ് തിങ്, എൻഡമിസം ഹൈ ആയിരിക്കണം. തേർഡ് തിങ്, ത്രെറ്റും ഹൈ ആയിരിക്കണം. ഇനി ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് കൊണ്ടുവന്നത് നോർമൻ മേയേഴ്സ്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് ടോട്ടൽ 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഉണ്ട്. ആൻഡ് ഇതില് 3 ഇന്ത്യയിലാണ്. ആൻഡ് ഈ ഇന്ത്യയിലുള്ള 3 പേരും ജസ്റ്റ് അറിഞ്ഞിരിക്കാം. 34 ഹോട്ട്സ്പോട്ട്സ് ഉണ്ട് ഹോൾ വേൾഡില്. ആൻഡ്
അതില് 3 ഇൻ ഇന്ത്യ. അതേതൊക്കെയാണ്? ഹിമാലയാസ്, ഇൻഡോ ബർമ, വെസ്റ്റേൺ ഗാർഡ്സ്. ഇത്രയും അറിഞ്ഞിരിക്കുക. എന്തിനെ പറ്റി? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിനെ പറ്റി. ഇനി നമ്മൾ ഏതിന്റെ താഴെ ഡിസ്കസ് ചെയ്യുന്നത്? ഇൻസിറ്റു കൺസർവേഷന്റെ താഴെ. ഇനി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതില് ഫസ്റ്റ് വരുന്നത് സേക്രഡ് ഗ്രൂവ്സ് അല്ലെങ്കിൽ സേക്രഡ് ലേക്സ്. ചില ലേക്സ് അല്ലെങ്കിൽ ഗ്രൂവ്സ് അതിന് ത്രെറ്റ് എക്സ്ട്രീംലി ഹൈ ആണെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ കാണുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി വേറെ എവിടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അതിനെ സേക്രഡ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ സേക്രഡ് ആയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ എന്താ? അതിനെ നമ്മൾ പതുക്കെ കൺസേർവ് ചെയ്യാനുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ഒരു ലേക്കിനെ സേക്രഡ് ആണെന്ന് പ്രഖ്യാപിച്ചാൽ നമ്മൾ പിന്നെ അതിലേക്ക് പിന്നെയും പൊല്യൂഷനും അതിനൊന്നും പോവില്ല. അപ്പൊ അതെങ്ങനെയാ? പതുക്കെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് തിങ്, ബയോസ്ഫിയർ റിസർവ്. തേർഡ് തിങ്, നാഷണൽ പാർക്ക്. നാഷണൽ പാർക്കിനോട് തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതൊക്കെ എന്താണ്? പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറി എങ്ങനെ ഡിഫർ ചെയ്യുന്നു? നാഷണൽ പാർക്സ് എങ്ങനെയാണ്? അവിടെ ഫ്ലോറയും ഫോണയും ഉണ്ടാവും, അതായത് ആനിമൽസും പ്ലാന്റ്സും ഉണ്ടാവും. ആൻഡ് വിത്ത് സീറോ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ്. എങ്ങനെയായിരിക്കണം? ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് 0 ആയിരിക്കണം. ഫ്ലോറ പ്ലസ് ഫോണ കൺസർവേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നോ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ്. വൈൽഡ് ലൈഫ് സാങ്ച്വറി എങ്ങനെയാണ്? ഓൺലി ഫോണ, അതായത് ആനിമൽസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ആൻഡ് ചെറിയ രീതിയിൽ ഹ്യൂമൻ ആക്ടിവേഷൻ അല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇതിന്റെ നമ്പേഴ്സ് പറഞ്ഞിരിക്കുക. നാഷണൽ പാർക്സ് എത്രയുണ്ട്? 90. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് 448. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇപ്പോ നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ബയോസ്ഫിയർ റിസർവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതില് മേജർ അറിഞ്ഞിരിക്കേണ്ടത് അതിന് 3 സോൺസ് ഉണ്ട്. ഓരോ ബയോഡൈവേഴ്സിറ്റി റിസർവിനും 3 സോൺസ് ഉണ്ട്. ആ 3 സോൺസ് ഇൻസൈഡ് ടു ഔട്ട്സൈഡ് ഓർഡറിൽ അറിഞ്ഞിരിക്കുക. അതായത് ഏറ്റവും നടുക്കുള്ളതിന് നമ്മൾ കോർ സോൺ എന്ന് വിളിച്ചു, ആൻഡ് അതിന് ഇടയിലുള്ളത് ബഫർ സോൺ എന്ന് വിളിച്ചു, ആൻഡ് ഈ അറ്റത്തുള്ളതിന് ട്രാൻസിഷൻ സോൺ എന്ന് വിളിച്ചു. ഇനി ബയോഡൈവേഴ്സിറ്റിയുടെ എണ്ണം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, 14. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബയോസ്ഫിയർ റിസർവിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അതിന്റെ ഡിഫറെന്റ് സോൺസ്, ആൻഡ് ഏറ്റവും പുറത്തുള്ളത് ഏതാണ്? ട്രാൻസിഷൻ ആണ്. നടുക്കുള്ളത് ബഫർ, ആൻഡ് ഏറ്റവും നടുക്കുള്ളത് കോർ സോൺ ആണ് അറിഞ്ഞിരിക്കുക. ആൻഡ് അതിന്റെ നമ്പർ വന്നിരിക്കുക. ഇപ്പൊ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു? ഇൻസിറ്റു കംപ്ലീറ്റ് ചെയ്തു. ഇനി എക്സിറ്റ്യൂലേക്ക് കടക്കുകയാണെങ്കിൽ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ ഓഫ് ദ സൈറ്റ് കൺസേർവ് ചെയ്യാൻ ഉദ്ദേശിക്കാം. ഓഫ് ദ സൈറ്റ് കൺസേർവ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് തിങ്, സേക്രഡ് പ്ലാന്റ് ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. ഫോർ എക്സാമ്പിൾ തുളസി ഒക്കെ നമ്മൾ സേക്രഡ് പ്ലാന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ നശിപ്പിക്കാണ്ടിരിക്കാൻ നമ്മൾ കൂടുതൽ നോക്കാം. അല്ലെങ്കിൽ ഒരു ഹോം ഗാർഡന്റെ എക്സാമ്പിൾ എടുക്കാം. ഹോം ഗാർഡൻ നമ്മൾ എന്താ ചെയ്യുന്നത്? എവിടെന്നെങ്കിലും ചെറിയ സാപ്ലിങ്ങോ എന്തെങ്കിലും സീഡോ എന്തെങ്കിലും കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച് വളർത്താൻ ശ്രമിക്കുക. അങ്ങനെ കൂടുതൽ റിച്ച്നെസ് കൂട്ടാൻ ശ്രമിക്കുക. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് എക്സാമ്പിൾ, സീഡ് ബാങ്ക് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ? നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് സീഡ്സ് കളക്ട് ചെയ്ത് വെക്കാണ്. ഇനി എന്നെങ്കിലും ഈ പെർട്ടിക്കുലർ സീഡ് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പ്ലാന്റ് എക്സ്റ്റിങ്ക്ട് ആയി പോയാലും നമുക്ക് ഓൾറെഡി എന്തുണ്ട്? സീഡ് ഉണ്ട്. അത് പതുക്കെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം. അതിനേപോലെ തന്നെ ഫീൽഡ് ജീൻ ബാങ്ക് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് മറ്റ് മെത്തേഡ് ഏതുപോലെ? ഇതേപോലെയുള്ളത് ക്രയോ പ്രിസർവേഷൻ, അതായത് പെർട്ടിക്കുലർ വെരി ലോ ടെമ്പറേച്ചറിൽ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കാണ്.
ഓരോ പ്ലാന്റിന്റെ പാർട്ടോ സീഡോ അങ്ങനെ എന്താന്ന് വെച്ചാൽ, സോ ദാറ്റ് അവർ എന്തെങ്കിലും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയാലും നമുക്ക് ഓഫ് ദ സൈഡ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കൾട്ടിവേഷൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ. ഇനി തേർഡ് എങ്ങനെയാണ്? ബോട്ടാനിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, അക്വേറിയം. ഇതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ സാധനങ്ങളാണ്, നാച്ചുറൽ ഹാബിറ്റാറ്റ് അല്ല. പക്ഷെ അതേ ഓർഗാനിസംസിന് നമ്മൾ പ്രത്യേക അവർക്ക് വേണ്ട പെർട്ടിക്കുലർ എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് അവരെ വളർത്തിയെടുക്കുന്നു അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്. ഇനി ഈ ടോപ്പിക്കിൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട എന്താന്ന് വെച്ചാൽ, സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് കംസ് അണ്ടർ ഇൻസിറ്റു ആണോ എക്സിറ്റു ആണോ എന്ന് കൺഫ്യൂസ്ഡ് ആയി പോരുത്. എങ്ങനെയാണ്? ഇവിടെ നമുക്കറിയാം നാഷണൽ പാർക്ക് ഇൻസിറ്റു ആണ്, പക്ഷെ സുവോളജിക്കൽ പാർക്ക് ഇങ്ങനെ എക്സിറ്റു ആണ്. ആൻഡ് അത് കൺഫ്യൂസ് ആവാണ്ട് നോക്കാം. അപ്പൊ നമ്മൾ ഇൻസിറ്റും എക്സിറ്റും ജസ്റ്റ് ഒന്ന് വേഗമായിട്ട് പറഞ്ഞു. ഇനി MCQ പേർപ്പസിന് കുറച്ചും കൂടി അറിയേണ്ട ടേംസ് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ലയൺ മേജർ ആയിട്ട് കാണുന്ന നാഷണൽ പാർക്ക് ഏതാണ്? ഗിർ നാഷണൽ പാർക്കാന്ന് അറിഞ്ഞിരിക്കാം. ഇനി ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ കാണാന്ന് വെച്ചാൽ എന്ത് പറ്റും? ടൈഗർ. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അതേപോലെ തന്നെ രൺഥംബോർ നാഷണൽ പാർക്ക്, സുന്ദർബൻ. ഇവിടെയൊക്കെ ഏതാണ്? ടൈഗർ ആണ് ഏറ്റവും കൂടുതൽ. എക്സ്ക്ലൂസീവ്ലി ലയണിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഗിർ നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയുള്ള രീതിയിൽ MCQ വന്നാൽ അറിഞ്ഞിരിക്കാം. ഇനി റൈനോ പ്രിഡോമിനന്റ്ലി കാണുന്ന ഏതാണ്? മാനസ് നാഷണൽ പാർക്ക്, കാസിരംഗ. എലിഫന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി അഗൈൻ മാനസ് നാഷണൽ പാർക്ക്, പെരിയാർ, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒരു GK പോലെ MCQന് അറിഞ്ഞിരിക്കുക. ഇനി NCERT വരാണെങ്കിൽ, ഹൗ ഡു വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? എങ്ങനെയാണ്? നമുക്ക് രണ്ട് അപ്രോച്ച് ഉണ്ട്. അതായത് ഒന്ന് ഇൻസിറ്റു, അതായത് ഓൺ സൈറ്റ് കൺസർവേഷൻ. രണ്ടാമത്തത് എക്സിറ്റു അല്ലെങ്കിൽ ഓഫ് സൈറ്റ് കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷനിൽ നമ്മൾ കുറെ പോയിന്റ്സ് ഡിസ്കവർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ കുറെ ടേംസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അതിന് മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ കണ്ടത് ഏതാ? ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. ഈ ഹോട്ട്സ്പോട്ട്സ് എങ്ങനെയായിരിക്കണം? വെരി ഹൈ ലെവൽസ് ഓഫ് സ്പീഷീസ് റിച്ച്നെസ്, ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. ആൻഡ് തേർഡ് ഒരു പോയിന്റ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ്? ഹൈ ത്രെറ്റും കൂടി ഉണ്ടാവണം ഇങ്ങനത്തെ ഓർഗാനിസംസിന്. അങ്ങനെയുള്ള റീജിയൻസ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിട്ട് പ്രഖ്യാപിച്ചു. ആൻഡ് വാട്ട് ഇസ് എൻഡമിസം എന്ന് വെച്ചാൽ എന്ത് പറയണം? സ്പീഷീസ് ആ റീജിയനിൽ മാത്രം കാണാൻ പറ്റുന്ന, മറ്റൊരു സ്ഥലത്തും കാണാൻ പറ്റാത്ത അങ്ങനെയുള്ള അവസ്ഥക്ക് പറയുന്നതാണ് എൻഡമിസം. അതായത് റീജിയനിൽ ആ സ്പീഷീസ് ആ റീജിയനിൽ മാത്രം കൺഫൈൻഡ് ആയിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് വേറെ റീജിയനിൽ വേറെ എവിടെയും കാണാൻ സാധിക്കില്ല. ഇനി ആദ്യം 25 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് 9 കൂടി ആഡ് ചെയ്ത് ഫൈനലി വേൾഡിൽ ഇപ്പൊ 34 ഉണ്ട്. അതില് 3 എങ്ങനെയാണ്? ഇന്ത്യയിലാണ്. അതേതൊക്കെ? വെസ്റ്റേൺ ഗാട്സ് ഇൻ ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് വെരി ഹൈ റിച്ച്നെസ്, ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. തേർഡ് പോയിന്റ് ഇവിടെ പറയുന്നത് ആക്സിലറേറ്റഡ്. ദീസ് ഹോട്ട്സ്പോട്ട്സ് ആർ ഓൾസോ റീജിയൻസ് ഓഫ് ആക്സിലറേറ്റഡ് ഹാബിറ്റാറ്റ് ലോസ്. ഇനി ജസ്റ്റ് ഒരു GK പോലെ പറയുന്ന ഈ എല്ലാ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സിനെയും നമ്മൾ ടോട്ടൽ കൺസിഡർ ചെയ്താൽ എർത്തിന്റെ സർഫസ് ഏരിയ വൈസ് അത് ജസ്റ്റ് 2% കവർ ചെയ്യുന്നുള്ളൂ. പക്ഷെ ദ നമ്പർ ഓഫ് സ്പീഷീസ് ദേ കളക്റ്റീവ്ലി ഹാർബർ എത്രയാണ്? ഓൾമോസ്റ്റ് ഇപ്പൊ നടക്കുന്ന മാസ് എക്സ്റ്റിങ്ഷൻ 30% ആയിട്ട് കുറക്കാനുള്ള രീതിയിലാണ് അത്രയും എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് സ്പീഷീസിനെയാണ് ഇത്രയും ജസ്റ്റ് 2% ഓഫ് ഏരിയ ഓഫ് ലാൻഡ് എർത്തിന്റെ സർഫസ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്.
ഇനി എക്സിറ്റു റീജൻസ്, എക്സിറ്റു വേസ് നമ്മൾ പലത് ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഇതിൽ അടുത്തറിയേണ്ടത് എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട്, എത്ര നാഷണൽ പാർക്ക് ഉണ്ട്, എത്ര വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. NCERT ഒരു ഓർഡർ ഇല്ലാണ്ട് കൊടുത്തിരിക്കുന്ന ആ ഓർഡർ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഓൾറെഡി കയ്യിലുള്ള ഓർഡർ വെച്ച് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ഈ സേക്രഡ് ഗ്രൂവ്സിനെ പറ്റി പറഞ്ഞിരുന്നു. ഈ സേക്രഡ് ഗ്രൂവ്സ് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഖാസി ആൻഡ് ജയന്തിയ ഹിൽസ് ഇൻ മേഘാലയ, അരാവലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, വെസ്റ്റേൺ ഘട്ട് റീജിയൻസ് ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര ആൻഡ് ദി സർഗുജ, ചന്ദ ആൻഡ് ബാസ്റ്റർ ഏരിയസ് ഓഫ് മധ്യപ്രദേശ്. ഇതൊക്കെ മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയെങ്കിലും മെമ്മറൈസ് ചെയ്ത് ഓർത്തു വെക്കാം. ഇനി എക്സിറ്റീവ് കൺസർവേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ, എക്സിറ്റീവ് കൺസർവേഷൻ എക്സാമ്പിൾസ് നമ്മൾ എന്തോ കണ്ടു? സുവോളജിക്കൽ പാർക്സ് ആവാം, ബോട്ടാനിക്കൽ ഗാർഡൻസ് ആവാം, വൈൽഡ് ലൈഫ് സഫാരി പാർക്സ് ആവാം. ഇനി എക്സിറ്റീവ് കൺസർവേഷൻ എങ്ങനെയാണ്? നമ്മൾ ത്രെറ്റൻഡ് ആയിട്ടുള്ള സ്പീഷീസിനെ എടുത്ത് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിലല്ല വേറെ തന്നെ ഒരു റീജിയനിലും എങ്ങനെ എൻക്ലോഷേഴ്സിൽ നമ്മൾ അവരെ കണ്ടെയ്ൻ ചെയ്യുന്നു. ആൻഡ് അതിന് വേണ്ട എൻവയൺമെന്റും ഫുഡും എല്ലാം സപ്ലൈ ചെയ്ത് നമ്മൾ അതിനെ മാക്സിമം വയബിളും ഫെർട്ടൈലും ആയിട്ട് വെച്ച് മോർ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള രീതിയിൽ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ അതിന്റെ സ്പീഷീസ് നമ്പർ അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി കൂട്ടാൻ ശ്രമിക്കുക. അതില് വേരിയസ് വേസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ കണ്ടിരുന്നു? ക്രയോ പ്രിസർവേഷൻ ടെക്നിക്സ് ഉണ്ട്, ടിഷ്യൂ കൾച്ചർ മെത്തേഡ്സ് ഉണ്ട്, സീഡ് ബാങ്ക്സ് കണ്ടിരുന്നു. zoological park, അക്വേറിയം, ബോട്ടാനിക്കൽ ഗാർഡൻ, സഫാരി പാർക്ക്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ഇതൊക്കെ ഏതിന്റെ മെത്തേഡിന്റെ താഴെ വരുന്നതാണ്? എക്സിറ്റീവ് അല്ലെങ്കിൽ ഓഫ് സൈറ്റ് കൺസർവേഷന് താഴെ വരുന്നതാണ്. ഇനി ബയോസ്ഫിയർ റിസർവിൽ ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ പറഞ്ഞു. 14 ഇൻ നമ്പർ ആണെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് 3 സോൺസ്, ഏറ്റവും നടുക്ക് കോർ, അതിന്റെ ചുറ്റും ബഫർ, ഏറ്റവും പുറത്ത് ട്രാൻസിഷൻ. ഒരു ജസ്റ്റ് 2 എക്സ്ട്രാ പോയിന്റ്സ് പറയുകയാണെങ്കിൽ, എപ്പോഴാണ് ഒരു സ്പീഷീസിനെ നമുക്ക് പ്രോൺ ടു എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷനിലേക്ക് ലീഡ് ചെയ്യാൻ പോകുന്നതാണ് നമുക്ക് പറയാൻ പറ്റുക. അതായത് സ്പീഷീസ് സസെപ്റ്റബിൾ ടു എക്സ്റ്റിങ്ഷൻ എപ്പോഴാണ് പറയാൻ പറ്റുക? അവരുടെ ഫസ്റ്റ് പോയിന്റ്, അവരുടെ റീപ്രൊഡക്റ്റീവ് റേറ്റ് എങ്ങനെയായിരിക്കണം? ലോ ആയിരിക്കണം. അവരുടെ പോപ്പുലേഷൻ സൈസ് എങ്ങനെയായിരിക്കണം? സ്മോൾ ആയിരിക്കണം. അവരുടെ ബോഡി സൈസിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏത് ബോഡി സൈസിലായിരിക്കും കൂടുതൽ സസെപ്റ്റബിൾ? ലാർജ് ബോഡി സൈസ്. അവരുടെ മൈഗ്രേറ്ററി റൂട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ്. ഐലൻഡ് സ്പീഷീസ്, ഐലൻഡ് സ്പീഷീസിനൊക്കെ പ്രത്യേകത എന്താ? ആ ഐലൻഡ് നശിച്ചാൽ അവിടെയുള്ള സ്പീഷീസ് കാണാൻ പറ്റില്ല, അവര് നശിച്ചു പോകും. ആൻഡ് അവര് എൻഡമിസം കാണിക്കുന്നത് കൊണ്ട് അവര് നഷ്ടപ്പെട്ടാൽ കംപ്ലീറ്റ്ലി അവര് തുടച്ചു നീക്കപ്പെടും. ഏറ്റവും മേലെ ട്രോഫിക് ലെവൽസിലുള്ള ഓർഗാനിസംസ്. ഇവരൊക്കെ എങ്ങനെയാണ്? താഴെയുള്ള ആര് അതായത് ഒരു പിരമിഡ് എടുത്തിട്ട് ഏറ്റവും ഹൈ ട്രോഫിക് ലെവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? ഈ താഴെയുള്ള 3 ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഏറ്റവും ഹൈ ട്രോഫിക് ലെവൽ എന്തായാലും ഹൈ റിസ്കിലായതുകൊണ്ട് അവർ എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ ഇത്രയും എന്താണ് സ്പീഷീസ് സസെപ്റ്റബിൾ ടു എക്സ്റ്റിങ്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാർട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് NCERT സൊല്യൂഷനും ചില എക്സ്ട്രാ പോയിന്റ്സും കൂടി പറയാനുണ്ട്. അത് നമ്മൾ അടുത്ത പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു.